ശ്രീമന്നാരായണീയം ദശകം 24 പ്രഹ്ലാദചരിതം ശ്ലോകം 7. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സശൂലൈരാവിദ്ധം സുഭഗുമതിദോ ദിഗ്ഗജഗണൈർമഹാസർപ്പൈർദ്രഷ്ടോപ്യനശനഗരാഹാരവിദുത ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാത്മന്നയി വിഭോ ത്വയേന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമഭജതാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഗുരുക്കന്മാര് പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം പ്രഹ്ലാദൻ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നതും ഹിരണ്യകശിപു വളരെ സന്തോഷത്തോടുകൂടി മകനെ മടിയിൽ കയറ്റി ഇരുത്തിയിട്ട് പഠിച്ചവയിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഏതാണ് എന്ന് ചോദിച്ചു. ഭഗവത് ഭക്തിയാണ് ഏറ്റവും ഉത്തമം എന്ന് പ്രഹ്ലാദന്റെ മറുപടി. അത് കേട്ടതോടുകൂടി ഹിരണ്യകശിപുവിന്റെ സന്തോഷമെല്ലാം പോയി. മകനെ പിടിച്ച് താഴത്തേക്ക് ഇറക്കി ഗുരുക്കന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? വളരെയധികം ദേഷ്യത്തോടുകൂടി അവരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഇത് ഇവന് സ്വാഭാവികമായിട്ട് കിട്ടിയിട്ടുള്ള ബുദ്ധിയാണ്, ജന്മനാ കിട്ടിയിട്ടുള്ള അറിവാണ്, അല്ലാതെ ഞങ്ങളാരും പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതല്ല. ഇത് കേട്ടതോടുകൂടി ഹിരണ്യകശിപുവിന് അത്യധികം കോപമുണ്ടായി. ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്ന തൻ്റെ ഈ മകനെ എങ്ങനെയെങ്കിലും കൊന്നുകളയണം എന്നുള്ളൊരു ചിന്തയായി. ഇനി ഇവനെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ളൊരു ചിന്തയായി. അപ്പൊ അതിനുള്ള മാർഗങ്ങൾ, കൊല്ലുവാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുകയാണ്. പ്രഹ്ലാദന്റെ ആ ഉറച്ച ഭക്തിയെക്കുറിച്ച് വീണ്ടും വിശദീകരിച്ച് പറയുകയാണ് ഈ ശ്ലോകങ്ങളിൽ. അയി വിഭോ പരമാത്മൻ, ഹേ സർവശക്ത പരബ്രഹ്മമൂർത്തേ ഭഗവാനേ ഗുരുവായൂരപ്പ. സ പ്രഹ്ലാദൻ സുബഹു പല പ്രാവശ്യവും ശൂലൈ ശൂലങ്ങളാൽ ആവിദ്ധ അഭി പിളർക്കപ്പെട്ടവനായിട്ടും, അതായത് തൻ്റെ മകനെ കൊല്ലുവാനുള്ള മാർഗങ്ങൾ ഇവിടെ പ്രയോഗിക്കുകയാണ്. ശൂലങ്ങൾ കൊണ്ട് ഇവനെ കുത്തിക്കൊല്ലാനായിട്ട് ശ്രമിച്ചു. എന്നിട്ടും ദിഗ്ഗജഗണൈ മഥിത അപി, ദിഗ്ഗജഗണൈ ദിഗ്ഗജ സമൂഹത്താൽ, അതായത് ആനകളാലാണതിവിടെ, ആനകളുടെ കൂട്ടങ്ങളാണ്. അപ്പൊ ആനകളാൽ മഥിത അപി ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടും, മഥിത ആനകളെ കൊണ്ട് ചവിട്ടി അരച്ചു അവനെ. പിന്നെയോ മഹാസർപ്പൈ ദഷ്ട അപി, മഹാസർപ്പൈ കൊടും വിഷമുള്ള പാമ്പുകളാൽ ദഷ്ട അപി കടിപ്പിക്കപ്പെട്ടിട്ടും. പിന്നെയോ അനശന ഭക്ഷണം കൊടുക്കാതെയും, അശനം എന്ന് പറഞ്ഞ ഭക്ഷണം, ഇവിടെ അനശന ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടും. പിന്നെ ഗര ആഹാര വിദുത, ഗരം എന്ന് പറഞ്ഞ വിഷം, ഗര ആഹാര വിഷം കലർത്തിയ ആഹാരം, അത് വിദുത കൊടുത്തും, അപി ഇതെല്ലാം കൊടുത്തും ഉപദ്രവിക്കപ്പെട്ടിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു പ്രഹ്ലാദനെ വധിക്കുവാനായിട്ട്. ശൂലം കൊണ്ട് പിളർക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ
പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെട്ടിക്കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ശൂലം കൊണ്ട് കുത്തിക്കൊല്ലാനായിട്ട് വന്ന ഭടന്മാര് പ്രഹ്ലാദന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഇവിടെ ഇപ്പൊ ഇതെല്ലാം ചെയ്യപ്പെട്ടിട്ടും എന്ന് പറയുന്നു ഈ ശ്ലോകത്തില്. എങ്കിലും ഇത് ഭാഗവതത്തില് വ്യക്തമായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വെട്ടിക്കൊല്ലാൻ വാളായിട്ട് വന്ന ഭടന്മാര്, കുത്തിക്കൊല്ലാനായിട്ട് ശൂലവുമായിട്ട് വന്ന ഭടന്മാര്, ഇവരെല്ലാം പ്രഹ്ലാദന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അവർ മരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ പാമ്പുകള്, വിഷപ്പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കപ്പെട്ടിട്ടും എന്നിവിടെ പറയുന്നു. ഭാഗവതത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പാമ്പുകൾ കടിക്കാനായിട്ട്, വിഷപ്പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടപ്പോൾ പാമ്പുകളെല്ലാം വന്ന് പ്രഹ്ലാദനെ പ്രദക്ഷിണം ചെയ്ത് മടങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അതുപോലെ വലിയ മലയുടെ മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളിയിട്ടു പ്രഹ്ലാദനെ. ഒരുപാട് തരത്തില് കൊല്ലുവാൻ നോക്കി. താഴേക്ക് വന്ന അവനെ ഭൂമിദേവി താങ്ങി. അതുകൊണ്ടൊന്നും പറ്റിയില്ല. കടലിലേക്ക് കയ്യും കാലും കെട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ വരുണദേവൻ അവനെ സംരക്ഷിച്ച് കരക്കെത്തിച്ചു. തീയിലേക്ക് ഇട്ടു പ്രഹ്ലാദനെ കൊല്ലുവാൻ വേണ്ടി. പക്ഷെ അഗ്നി അവനെ കത്തിച്ചില്ല. പിന്നെ ഇവിടെ ആനകള് ചവിട്ടി അരച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ആനകളെ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട്. ഈ ആനകളെല്ലാം വന്നിട്ട് പ്രഹ്ലാദനെ ചവിട്ടി അരയ്ക്കുന്നതിന് പകരം പ്രഹ്ലാദനെ വണങ്ങി നിന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ ഇതെല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. ഒരു തരത്തിലും പ്രഹ്ലാദനെ വധിക്കുവാൻ സാധിച്ചില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്കിട്ടു, പക്ഷെ പ്രഹ്ലാദൻ മരിച്ചില്ല. വിഷം കലർത്തി ആഹാരം കൊടുക്കാൻ നോക്കി, അതും പറ്റിയില്ല. പിന്നെ ഗിരീന്ദ്രാവക്ഷിപ്ത അഭി, വൻ കുന്നുകളുടെ ഗിരീന്ദ്ര, അവിടെ വലിയ കുന്നുകളുടെ മീതെ നിന്ന് കീഴോട്ട് തള്ളിയിട്ടു. അപ്പോഴാണ് ഭൂമിദേവി വന്ന് താങ്ങിയത്. തൊയ്, നിന്തിരുവടിയിൽ ന്യസ്താത്മത്വാത്, ന്യസ്ത പതിപ്പിച്ച, വച്ച അല്ലെങ്കിൽ അർപ്പിച്ച, ആ ആത്മാവോട് കൂടിയവൻ, ആത്മാർപ്പണം ചെയ്തവനായതുകൊണ്ട് നിബീഢാം കിമപി, ഈ പീഡകളെ, ഈ ഉപദ്രവങ്ങളെ കിമപി തെല്ലും ന അഭജത, അനുഭവിക്കുകയുണ്ടായില്ല. ഇതൊക്കെ ചെയ്തിട്ടും പ്രഹ്ലാദനെ കൊല്ലുവാൻ സാധിച്ചില്ല എന്നർത്ഥം. ഒരു തരത്തിലും പ്രഹ്ലാദനെ കൊല്ലാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അതെന്തുകൊണ്ടാണ്? ഭഗവാനില് അവൻ തൻ്റെ മനസ്സിനെ അർപ്പണം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും അവന് ബുദ്ധിമുട്ടുണ്ടായില്ല. ആഹാഹ, ആശ്ചര്യം, അദ്ഭുതം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.